നമസ്കാരം. മാക് വിഷൻ ചാനലിന്റെ ഓർമ്മച്ചെപ്പ് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് മുഹമ്മദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ട്രാവൽ ഡിവിഷന്റെ സീനിയർ അസിസ്റ്റന്റ് മാനേജറായ മിസ്റ്റർ മണികണ്ഠനാണ്. സ്വാഗതം ചെയ്യാം നമുക്ക് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക്. സ്വാഗതം സർ. താങ്ക് യു മിസ്റ്റർ സനീഷ്. ആദ്യമായി മാക് വിഷൻ ചാനലിൻ്റെ ഓർമ്മച്ചെപ്പ് എന്ന ഈ പരിപാടിയിലേക്ക് എന്നെ അതിഥിയായി ക്ഷണിച്ചതിന് മാക് മാനേജ്മെൻറ്റിനോടും മാക് വിഷൻ ചാനലിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സർ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കുട്ടിക്കാലവും കുടുംബമൊക്കെ ചേർന്നാണല്ലോ. സാറിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒന്ന് വിശദമാക്കാമോ? തീർച്ചയായിട്ടും മിസ്റ്റർ സനീഷ്. എൻ്റെ വീട് ട്രിവാൻഡ്രം ജില്ലയിലെ ശാസമല എന്ന് പറയുന്ന സ്ഥലത്താണ്. അച്ഛൻ്റെ പേര് കൃഷ്ണൻ നായർ, അമ്മയുടെ പേര് രാജമ്മ. എനിക്ക് 3 സഹോദരങ്ങളാണുള്ളത്. ഞാൻ വിവാഹിതനാണ്. എൻ്റെ ഭാര്യയുടെ പേര് ഡോക്ടർ ദിലീപ എസ്കേരി. അവർ ട്രിവാൻഡ്രത്തെ ജി കരുണാകരൻ മെമ്മോറിയൽ കോപ്പറേറ്റീവ് കോളേജിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്കൊരു മകനാണുള്ളത്. മകൻ്റെ പേര് സായി വൈശാഖ്, ട്രിവാൻഡ്രത്ത് ശാന്തിനികേതൻ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. വൈഫിൻ്റെ അച്ഛൻ്റെ പേര് ഹരിഹരൻ, അമ്മയുടെ പേര് സുകുമാരി. അവർ ലാസ്റ്റ് 16 കൊല്ലമായിട്ട് എൻ്റെ ഒപ്പമാണ് താമസിക്കുന്നത്. ഞാൻ ഒരു കൂട്ടുകുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്കാലം വളരെ രസകരമായിരുന്നു. ഇതാണ് എൻ്റെ ഫാമിലിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സാറിൻ്റെ കുട്ടിക്കാലത്തെ പറ്റിയും കുടുംബത്തെ പറ്റിയും പറഞ്ഞതിൽ വളരെ സന്തോഷം. ഒരു സന്തുഷ്ട കുടുംബജീവിതത്തെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ജീവിതത്തെ പറ്റി സാറിൻ്റെ കാഴ്ചപ്പാടൊന്ന് വ്യക്തമാക്കാമോ? ജീവിതത്തെക്കുറിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് പോസിറ്റീവായി എല്ലാ കാര്യങ്ങളും മാക്സിമം കാണാൻ ശ്രമിക്കുക. അതിലുപരി സ്നേഹത്തോടും സത്യസന്ധതയോടും ജീവിക്കാൻ ശ്രമിക്കുക. മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യുക. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. അതാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അടുത്തതായി പ്രവാസ ജീവിതത്തിൽ നിന്ന് തുടങ്ങാം. എന്തായിരുന്നു സാർ ഈ പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം? സാറിൻ്റെ മനോഹരമായ ആ ജീവിതയാത്രാനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കാൻ കാരണം ശരിക്കും സാമ്പത്തികം തന്നെയാണ്. അതിനാദ്യമായി നന്ദി പറയേണ്ടത് എൻ്റെ കസിൻ ബ്രദർ മിസ്റ്റർ സുരേഷിനോടാണ്. അദ്ദേഹമാണ് എന്നെ ഇവിടെ വിസിറ്റ് വിസയിൽ കൊണ്ടുവരുന്നത്. ഞാനിവിടെ വിസിറ്റ് വിസയിൽ വന്നതിന് ശേഷം ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ യാദൃച്ഛികമായി ഒരു ദിവസം എൻ്റെ സുഹൃത്തും ട്രിവാൻഡ്രം ഗൾഫെയറിൻ്റെ മാനേജറുമായ മിസ്റ്റർ ജയമോഹനെ കാണാനിടയായി. അദ്ദേഹം ഇവിടെ ഒരു ട്രാവൽ കമ്പനിയുടെ കൺട്രി മാനേജറായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി. അങ്ങനെ 2 കൊല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ചില പ്രശ്നങ്ങൾ കാരണം ഓഫീസ് വൈൻഡപ്പ് ചെയ്തപ്പോൾ ഞാൻ ജോലിയില്ലാണ്ട് നാട്ടിലോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ സുഹൃത്തും ഇവിടെ ഖത്തർ ബേസിൻ്റെ സെയിൽസ് മാനേജറുമായ മിസ്റ്റർ സന്തോഷ് നായരെ കാണാനിടയാവുകയും അദ്ദേഹം മുഖേന മുഹമ്മദ് കമ്പനിയിലെ പ്രമോദ് സാറിനെ പരിചയപ്പെടാനിടയാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ പ്രമോദ് സാറിനെ വന്ന് കണ്ടു. പ്രമോദ് സാറിനെ വന്ന് കണ്ടപ്പോൾ പ്രമോദ് സാർ പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ട്രാവൽ ഡിവിഷനിലൊരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സാർ പറഞ്ഞു, ഇപ്പോൾ GM സാർ ഔട്ട് ഓഫ് ബഹ്റിനാണ്. GM സാർ വന്നതിന് ശേഷം മണികണ്ഠനെ വിളിക്കാം, വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പ്രമോദ് സാറിൻ്റെ കോൾ വന്നു. GM സാർ വന്നിട്ടുണ്ട്, വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു, GM സാറിനെ കണ്ടു. പക്ഷേ GM സാറിനെ കണ്ടപ്പോൾ സാറിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സാറിനോട് ട്രാവലിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഫാമിലിയെക്കുറിച്ചൊക്കെ ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ ജോബ് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ജോബ് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തായാലും നാട്ടിൽ പോകാനായിട്ടിരിക്കാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, അറിയിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ സാറിൻ്റെ അടുത്ത് ബൈ പറഞ്ഞ് ഇറങ്ങാൻ നേരം ഡോറിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് സാർ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, മണികണ്ഠൻ നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അമ്മയോടും വൈഫിനോടൊക്കെ വിളിച്ച് പറയും ജോലി കിട്ടിയിട്ടുണ്ട്, വരുന്നില്ല എന്ന് പറയും എന്ന് പറയും. അങ്ങനെ ഞാൻ 2017 ജാനുവരി 5 മുഹമ്മദ് കമ്പനിയുടെ ട്രാവൽ ഡിവിഷനിൽ ജോയിൻ ചെയ്തു. ഇന്നും തുടരുന്നു കമ്പനിയോടൊപ്പം. ഇതാണ് എൻ്റെ പ്രവാസ ജീവിതം. ജീവിതം കയ്പും മധുരവും നിറഞ്ഞതാണെന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്. അത്തരത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം സാറിനുണ്ടായിരുന്നെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും മിസ്റ്റർ സനീഷ്. എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതുമാതിരി തന്നെ എൻ്റെ ജീവിതത്തിലും കയ്പും മധുരവും ഏറിയ അനുഭവങ്ങൾ ഉണ്ട്. അതിലാദ്യമായി ഞാൻ മധുരമുള്ള അനുഭവം തന്നെ പങ്കുവയ്ക്കും. കുട്ടിക്കാലത്ത് കൂട്ടുകാരുമായിട്ടുള്ള രസകരമായിട്ടുള്ള കളികളും, പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ക്ലബ്ബുണ്ട്. ക്ലബിൻ്റെ ആഘോഷങ്ങളും ക്ലബ്ബ് വഴി നമ്മൾ നടത്തുന്ന പരിപാടികൾ, അതിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നതൊക്കെ തന്നെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ
അമ്മയോടും അച്ഛനോടും സൗകര്യങ്ങളൊത്തുള്ള ജീവിതം അതും വളരെ എന്താ പറയുക ഒരു രസകരമായിട്ടുള്ള അനുഭവം തന്നെയാണ്. പിന്നെ കല്യാണം കഴിച്ചു, ഒരു കുട്ടിയുണ്ടായി, അതൊക്കെ ഒരു മധുരമായിട്ടുള്ള അനുഭവം തന്നെയാണ്. പിന്നെ കൈപ്പേറിയ അനുഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അച്ഛൻ്റെ മരണം തന്നെയാണ് കൈപ്പേറിയ അനുഭവം. പിന്നെ ഇപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ്റെ വിയോഗവും കൈപ്പേറിയ അനുഭവം തന്നെയാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിലെ കയ്പും മധുരവും നിറഞ്ഞ അനുഭവങ്ങൾ. താങ്കൾ വിവാഹിതനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ താങ്കളുടെ ഭാര്യയിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഗുണങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും സനീഷ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വൈഫ് ട്രിവാൻഡ്രത്ത് കരുണാകരൻ മെമ്മോറിയൽ കോർപ്പറേറ്റ് കോളേജിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു അത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ പോലും ആ കാര്യങ്ങളും കോളേജിലെ കാര്യങ്ങളും നോക്കി, പിന്നെ വീട്ടിൽ വയസ്സായ മാതാപിതാക്കളാണ് ഉള്ളത്, പിന്നെ എൻ്റെ അമ്മയുണ്ട്, മകൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കി വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു വ്യക്തിയാണ്. ആ രീതിയിൽ പിന്നെ അത് മാത്രമല്ല, ഇത്രയും ഒഫീഷ്യലായിട്ടുള്ള ജോലി ചെയ്യുമ്പോൾ പോലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും എല്ലാവരോടും വളരെ സൗഹൃദവും വളരെ സ്നേഹപരമായിട്ട് ഇടപെടുന്ന ആളാണ്. പിന്നെ വളരെ സപ്പോർട്ടീവാണ് എനിക്ക്. എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യുന്ന ആളാണ്. ഞാനും എൻ്റെ കാര്യങ്ങളെല്ലാം, ഈവൻ ഓഫീസിൻ്റെ കാര്യങ്ങൾ പോലും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു നമ്മുടെ വിഷമങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ എന്തായാലും അവരുടെ കയ്യിൽ ഭാഗത്തു നിന്നുണ്ടാവും. അത് തന്നെ നമുക്കൊരു വലിയൊരു ആശ്വാസമാണ്. കാരണം അപ്പോൾ എന്ത് നമുക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു ഇതുണ്ടാവും. അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും. പിന്നെ അത് തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ആളാണ്. പിന്നെ അതിലുപരി ഈശ്വര വിശ്വാസിയാണ്. പിന്നെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ മ്യൂസിക് ആൽബങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിന് സൗത്ത് ഇന്ത്യൻ അവാർഡ്, കുറേ അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള അങ്ങനത്തെ കുറേ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അത്രയും ഒരു എന്താ പറയുക, കാരണം ഒരിക്കലും വെറുതെ ഇരിക്കുക എന്നുള്ളൊരു ചിന്താഗതി ഇല്ലാത്തതാണ്. കാരണം ഓഫീസ് ടൈം കഴിഞ്ഞാലും വീട്ടിൽ വന്നു കഴിഞ്ഞാലും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. മകൻ്റെ കാര്യം നോക്കുന്നു. എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ടും വളരെ പോസിറ്റീവായിട്ടും കാര്യങ്ങളെ കാണുന്ന ആളാണ്. എല്ലാവരെയും സ്നേഹിക്കുന്ന ആളാണ്. അത് നമുക്ക് ഈ ജന്മത്തെ എനിക്ക് കിട്ടിയത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ദൈവത്തിന് നന്ദി. സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ നല്ല ഓർമ്മകളും അനുഭവങ്ങളും ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും സനീഷ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ജോലി കിട്ടിയതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവിടെ തന്നെ തുടങ്ങും. കാരണം അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാനിവിടെ GM സാറിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് വന്ന കാര്യത്തിനെക്കുറിച്ച് തന്നെ പറയേണ്ടി വരും. കാരണം GM സാറുമായിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ നേരം സാറ് പറഞ്ഞത്, മണികണ്ഠൻ ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ നാട്ടിലോട്ട് പോകും. പക്ഷെ എന്നാ വേണ്ട, കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ഇതുണ്ടായല്ലോ, ഒരു എന്താ പറയുക, നമുക്കൊരു സന്തോഷം ഉണ്ടായി. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ആ വ്യക്തിയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ പറയേണ്ടതായിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ആളിൻ്റെ സമീപനം ആ സമയത്ത് ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനിപ്പോൾ ഈ കമ്പനിയിൽ ഇപ്പോൾ ജോലി ചെയ്യേണ്ടതായിട്ട് ഉണ്ടാവില്ല. ഞാൻ നാട്ടിൽ പോയിട്ട് നാട്ടിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്തു പോകാൻ. കാരണം നാട്ടിൽ ഞാൻ നേരത്തെ ട്രാവൽ ഇൻഡസ്ട്രിയിലായിരുന്നു. കാരണം ഈ ട്രാവൽ ഇൻഡസ്ട്രിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അങ്ങനെ സാറിൻ്റെ സഹായം കൊണ്ട് എനിക്കിവിടെ ജോലി കിട്ടി. മുഹമ്മദ് അമീർ കമ്പനിയുടെ ട്രാവൽ ഡിവിഷനിൽ ജോലി ചെയ്യാൻ ഒരു അവസരം ഉണ്ടായി. പിന്നെ എൻ്റെ ഒപ്പം എൻ്റെ മുകളിൽ വന്ന എൻ്റെ സുപ്പീരിയേഴ്സ് എല്ലാവരുടെയും സഹായം എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. എൻ്റെ എല്ലാ സുപ്പീരിയറുടെയും സപ്പോർട്ടോടു കൂടിയാണ് ഞാനിപ്പോൾ ഈവൻ AGM സാറാണെങ്കിലും രതീഷ് സാറാണെങ്കിലും വിമൽ സാറാണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് എൻ്റെ ഡിവിഷനിൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ മറ്റേ രീതിയിലുള്ള നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ബാക്കി എല്ലാ ഡിവിഷനിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും, കാരണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വളരെ, കാരണം എല്ലാവരും എന്നോട് വളരെ ആത്മാർത്ഥമായിട്ടാണ് പെരുമാറുന്നത്. ഈവൻ നമ്മുടെ ഇപ്പോൾ HR സാം സാറാണെങ്കിലും നമ്മുടെ സന്ദീപ് സാറാണെങ്കിലും ബാക്കിയെല്ലാം മെയിനായിട്ടുള്ള ഇവിടുത്തെ മെയിനായിട്ടുള്ള സാറ്, എല്ലാ സാറന്മാരും, പിന്നെ ബാക്കി എല്ലാ ആൾക്കാരും എന്നോട് വളരെ ഒരു പോസിറ്റീവായിട്ട് എന്ത് കാര്യവും നമുക്ക് വളരെയധികം സംസാരിക്കാനായിട്ടൊരു അവസരം നമുക്ക് കിട്ടുന്ന ഒരു കമ്പനിയാണ്. ഏത് കാര്യവും എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും എൻ്റെ ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ഡയറക്റ്റായിട്ട് പോയി ചോദിക്കാൻ പറ്റും. അതിനുള്ള സൊല്യൂഷൻ അവരുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും എനിക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. അതെനിക്ക് 100% കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ടും, പിന്നെ ആ കമ്പനിയോട് ഞാൻ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയോട് തീർച്ചയായിട്ടും ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്.
ആ ജോലി ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് അഹമ്മദി കമ്പനിയിൽ ഇപ്പോൾ 2017 ജോയിൻ ചെയ്ത് ഇപ്പോഴും ആ യാത്ര തുടരുന്നു. ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പാട്ട് പാടാനുള്ള അവസരം കിട്ടി. സ്റ്റേജിൽ പാട്ട് പാടാനുള്ള അവസരം കിട്ടുന്നുണ്ട്. പിന്നെ മറ്റുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ എംപ്ലോയീസിൻ്റെ വെൽഫെയർ ആക്ടിവിറ്റീസിലൊക്കെ നമ്മളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പല പ്രോഗ്രാമിൻ്റെയും കമ്മിറ്റിയിലൊക്കെ എന്നെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനുള്ള അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഈ കമ്പനിയിൽ വന്നതിന് ശേഷം വളരെ ഒരു ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് വളരെ നല്ലൊരു ഒരു ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളൂ. ഞാനൊരു ഇവിടെ ഒരു കൗണ്ടർ സ്റ്റാഫായിട്ട് വന്ന് ഇപ്പോൾ ഒരു സീനിയർ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കമ്പനിയുടെ മുകളിലിരിക്കുന്ന ആൾക്കാരുടെയും എല്ലാവരുടെയും സപ്പോർട്ടും അതിലുപരി കൂടെ നമ്മുടെ കൊളീഗ്സിൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെയാണ് ഞാൻ. ഇതാണ് എൻ്റെ ഒരു അനുഭവം. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, വ്യക്തിത്വ വികസനം എന്നത് ജീവിതത്തിലെ ഒരു പ്രധാന ഘടകം തന്നെയാണല്ലോ. ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി സാറിൻ്റെ അഭിപ്രായം ഒന്ന് വിശദമാക്കാമോ? ശരിക്കും ഒരു വ്യക്തിയുടെ വികസനത്തിന് വേണ്ടത് വിദ്യാഭ്യാസം, വിവേകം, ഈശ്വരവിശ്വാസം, ക്യാരക്ടർ, പിന്നെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ശീലം, പിന്നെ അയാളുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം പ്രധാന കാരണം തന്നെയാണ്. അതാണ് എനിക്ക് ഒരാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയാനുള്ളത്. കല, സാഹിത്യം, കായികം എന്നും നമ്മുടെയൊക്കെ സ്വപ്നങ്ങളെയും യൗവനത്തെയൊക്കെ പുനഃസൃഷ്ടിക്കും എന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, താങ്കളുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് വിശദീകരിക്കാമോ? കല, സാഹിത്യം, കായികം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ഇതെല്ലാം. കാരണം ഒരാളുടെ മാനസികവും ശാരീരികമായിട്ടുള്ള പിരിമുറുക്കത്തിൽ നിന്നും നമ്മളെ ഒരുപാട് റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് കായികപരമായിട്ടുള്ള, കലാപരമായിട്ടുള്ള, സാഹിത്യപരമായിട്ടുള്ള എല്ലാ നമ്മുടെ കാര്യങ്ങൾ. പിന്നെ നാട്ടിൽ ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലബ്ബിൽ ഞങ്ങൾ വൈകുന്നേരത്തെ ഫ്രണ്ട്സുമായിട്ട് വോളിബോൾ കളിക്കാൻ പോകാറുണ്ട്, ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാറുണ്ട്. പിന്നെ ഇവിടെ കമ്പനിയിൽ മുഹമ്മദ് അഹമ്മദി കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇതിനെല്ലാത്തിനും ഒരു അവസരം എനിക്ക് കിട്ടി എന്നുള്ളതാണ് സത്യം. കാരണം ഇവിടെ എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കാനുള്ള അവസരം കിട്ടി, വോളിബോൾ കളിക്കാനുള്ള അവസരം കിട്ടി. വോളിബോൾ കളിച്ചു. കഴിഞ്ഞ പ്രാവശ്യം അതിൽ പ്രൈസും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ബാഡ്മിൻ്റണിൽ 4th പ്രൈസ് ഉണ്ട്. പിന്നെ പാടാനുള്ള അവസരം GM സാറ് തന്നു. നമ്മുടെ ഗെറ്റ് ടുഗദറിന് പാട്ട് പാടാനുള്ള അവസരം നൽകി. കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് GM സാർ തന്നു. പിന്നെ ഇവിടെ ഈ കമ്പനി നടത്തുന്ന പരിപാടികളും ഇപ്പോൾ വെൽഫെയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെൽഫെയർ ആക്ടിവിറ്റീസിലും നമ്മുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് നടത്തുന്ന കായികമായിട്ടും കലാപരമായിട്ടും സാഹിത്യമായിട്ടും എല്ലാ പരിപാടികളും നമ്മുടെ എംപ്ലോയീസിനും ഓപ്പറേറ്റീവ്സും നടത്തുന്നുണ്ട്. അതെല്ലാം തന്നെ അതിലെല്ലാം നമുക്ക് അതിനെല്ലാം കാണാനും അതിൻ്റെ കൂടെ ഒരു ഭാഗമാകാനും സാധിച്ചു. അതിൽ കൂടുതലായിട്ട് നമുക്ക് എല്ലാത്തിനും അഡ്വൈസ് തരും നമ്മുടെ വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനുണ്ട്, വൈസ് ചെയർമാനുണ്ട്, സാം സാർ, സന്ദീപ് സാർ. അവരുടെ എല്ലാം ഉപദേശപ്രകാരം, അവരുടെ എല്ലാം ഒരു അഡ്വൈസ് പ്രകാരം എല്ലാ പ്രോഗ്രാമിലും നമുക്ക് പങ്കെടുക്കാനും ആ ഓരോ പ്രോഗ്രാമിനും നമുക്കെല്ലാം ഒരു അസൈൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഇന്ന ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഇതായിട്ട് നിൽക്കണം, അങ്ങനെ ഒരു അസൈൻമെൻറ്റ് ഉണ്ടാവും. ആ അസൈൻമെൻറ്റ് സാറ് പറയുന്ന മാതിരി നമുക്ക് അതിനുള്ള അവസരം കിട്ടുന്നുണ്ട്. അത് നമ്മൾ വളരെയധികം സന്തോഷമായിട്ടും വളരെ ഹാപ്പിയായിട്ട് അത് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യാണ്. അതിവിടെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് വേറെ ഒരു കമ്പനിയിൽ കിട്ടാത്ത ഒരു ഭാഗ്യം ഈ കമ്പനിയിൽ കിട്ടിയിരിക്കുന്നു. പക്ഷെ അത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്, വളരെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹാറ്റ്സ് ഓഫ് GM സാർ ഇങ്ങനെ ഒരു അവസരം നൽകിയതിന്. സോ ഇതൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് പറയാം. ജീവിതത്തിൽ എന്തായി തീരണമെന്നായിരുന്നു കുട്ടിക്കാലം മുതലുള്ള താങ്കളുടെ ആഗ്രഹം? ഇപ്പോൾ എവിടെത്തി നിൽക്കുന്നു? താങ്കളുടെ ജീവിതയാത്രകളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ഒന്ന് വിലയിരുത്താം. വലിയൊരു ചോദ്യം തന്നെയാണ് സനീഷ് ചോദിച്ചത്. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഉള്ളപ്പോൾ കാരണം ഞാൻ ഒരു വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ വളർന്ന ആളാണ്. കാരണം അച്ഛൻ കൂടെ ഉള്ളത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നുമില്ലായിരുന്നു. എൻ്റെ അച്ഛൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ മരണശേഷമാണ് ഞാൻ ഇത്രയും ദിവസം മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നത് എൻ്റെ അച്ഛൻ്റെ മരണശേഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു ജോലി വേണം എന്നുള്ള രീതിയിൽ കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായപ്പോൾ വിദേശത്തോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വിദേശത്തോട്ട് വന്നു. പിന്നെ ഒരു ഏത് ജോലിയാണേലും ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ അച്ഛനമ്മമാരും അത് തന്നെയാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു, ഇവിടെ ബഹ്റൈനിലോട്ട് വന്നു. മുഹമ്മദ് അഹമ്മദിയിൽ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പിൻ്റെ ഒരു ട്രാവൽ ഡിവിഷൻ്റെ
ഭാഗമാകാൻ സാധിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയായിരിക്കാം, പിന്നെ ദൈവാനുഗ്രഹം എല്ലാം കൊണ്ട് ഇന്നിവിടെ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നു. ഇത് തന്നെയാണ്, ആ ഒരു ആത്മാർത്ഥത തന്നെയാണ് ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു. കമ്പനി തരുന്ന കാരണം നമുക്ക് ഇങ്ങോട്ട് തന്ന ഒരു എന്താ പറയുക, നമുക്കിങ്ങോട്ട് തന്ന ഒരു ജോലി, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാർ എനിക്ക്, കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ജോലി സാർ എനിക്കൊരു ഓഫർ ചെയ്ത് ഇവിടെ തന്നപ്പോൾ തന്നെയും അതിനോട് നമ്മൾ 100% ഒരു ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളതാണ്. കാരണം അത് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു മനസ്സിൽ തോന്നുക പറഞ്ഞാൽ ചിലപ്പോൾ മാനേജ്മെൻറ്റിന് അറിയായിരിക്കും ഞാൻ അങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. കാരണം അത് 100% അങ്ങനെ തന്നെ ആയിരിക്കും. ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലായിട്ട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരും ഒത്തും എന്താ പറയുക, ഒരു നെഗറ്റീവ് ഇല്ലാണ്ട് എല്ലാം പോസിറ്റീവായിട്ട് എടുത്ത് നല്ല രീതിയിൽ ജീവിക്കുക. നല്ല ദൈവം ഇതിപ്പോൾ ഇതുവരെ എത്തിച്ചില്ലേ, ഇനിയുള്ള കാലം 100% വിശ്വസിക്കുന്ന ദൈവത്തിലും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെയും വിശ്വസിക്കുന്നു. കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാകും, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട് എന്ന് 100% വിശ്വസിക്കുന്നു. അത് തന്നെയാണ്. സാർ അടുത്ത് ഡയറക്റ്റ് ക്വസ്റ്റിനിലേക്ക് കിടക്കുകയാണ്. എന്താണ് സാറിൻ്റെ സ്ട്രോങ് പോയിന്റ്സ് ആൻഡ് വീക്ക് പോയിന്റ്സ് ഒന്ന് വിശദമാക്കാമോ? കാരണം എൻ്റെ സ്ട്രോങ് പോയിന്റും വീക്ക് പോയിന്റും മറ്റുള്ളവർ പറയുമ്പോഴായിരിക്കും കൂടുതൽ ഒരു പൂർണ്ണത ഉണ്ടാവുക. പക്ഷെ എന്നാലും എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത്, കാരണം ഇത് ആരും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, അനുഭവം കൊണ്ട് പറയുന്നതാണ്. പലരെയും വിശ്വസിക്കുകയാണ്, പലരെയും കണ്ണടച്ച് വിശ്വസിച്ചിട്ട് പലർക്കും പല ഹെൽപ്പ് ചെയ്തിട്ട് അവസാനം അത് എനിക്ക് തന്നെ പ്രശ്നമായിട്ട് മാറിയത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അങ്ങനെ എന്താ പറയുക, ഒന്നും ആലോചിക്കാണ്ട് ചിന്തിക്കാണ്ട് ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതാണ് എൻ്റെ ഒരു വീക്ക് പോയിന്റ്. ദെൻ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് എന്തും നേരിടാമെന്നുള്ള ഒരു ആത്മധൈര്യം, അത് തന്നെയാണ് എൻ്റെ സ്ട്രോങ് പോയിന്റ്. ഔദ്യോഗിക ജീവിതവും അതുപോലെ സ്വകാര്യ ജീവിതവും ഒരുപോലെ കൊണ്ടുപോകാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? എന്താണ് സാറിൻ്റെ അഭിപ്രായം എന്ന് വിശദീകരിക്കാമോ? ശരിക്കും ഫാമിലി ലൈഫും ഓഫീസ് ലൈഫും തമ്മിൽ കൂട്ടിക്കലർത്താതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഓഫീസ് ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രൊഫഷണലിസമാണ്. ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ലവ് ആൻഡ് കെയർ ആണ്. ഇപ്പോൾ ഫാമിലിയിൽ പോകുമ്പോൾ നമ്മളൊരു പച്ചയായ മനുഷ്യനാണ്. കാരണം അവിടെ എന്ത് പറഞ്ഞാലും നമുക്ക് എന്താ പറയുക, നമുക്കെല്ലാം അക്സെപ്റ്റബിളാണ്, അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. അത് ഒരു ലവ് ആൻഡ് കെയർ ആയതുകൊണ്ട്. നമ്മൾ ഓഫീസിൽ വരുമ്പോൾ നമ്മൾ തികച്ചും ഒരു പ്രൊഫഷണലിസമാണ്. നമ്മുടെ ഓഫീസിലെ വർക്കിനെ ബാധിക്കാൻ പാടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യുക, എന്നാലും നമുക്ക് അതിനുള്ള എന്താ പറയുക ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓഫീസിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് മിങ്കിൾ ചെയ്തിട്ട് വീട്ടിലെ പ്രശ്നങ്ങൾ തലയ്ക്ക് വെച്ച് ഓഫീസിൽ വന്നിരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു എന്താ പറയുക ഒരു ഒരു റിലാക്സ് കിട്ടാതെ വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം 100% രണ്ടും മിങ്കിൾ ചെയ്യാണ്ടിരിക്കുക. ഓഫീസ് ലൈഫ് പ്യൂർലി പ്രൊഫഷണലായിട്ട് കണ്ട് ഓഫീസ് വർക്ക് ചെയ്യുക. ഫാമിലി ലൈഫ് ശരിക്കും ലവ് ആൻഡ് കെയർ ആയിട്ട് കൊണ്ടുപോകുക. അതാണ് ശരിക്കും എനിക്ക് പറയുന്നത്. കമ്പനിയിലെ വെൽഫെയർ ആക്ടിവിറ്റീസിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്താണ് സാറിന് പറയാനുള്ളത്? വെൽഫെയറിനെ കുറിച്ച് പറയുമ്പോൾ മുഹമ്മദ് അലി കമ്പനിയിലെ വെൽഫെയറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം വർഷം ആദ്യം മുതൽ തുടങ്ങി വർഷ അവസാനം നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ അത് തന്നെ ഒരു ഉത്സവമായി മാറുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുക. കാരണം നമ്മളുടെ വെൽഫെയർ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസിന് ശരിക്കും അവർക്ക് മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ട് പിരിമുറുക്കത്തിൽ നിന്ന് അവരെ മാറ്റാനും, കാരണം ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് ഒരു പാട്ട് പാടാനുള്ള അവസരം, അവർക്ക് കളിക്കാനുള്ള അവസരം, പല പല അവസരങ്ങൾ, അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദിയാണ് ശരിക്കും നമ്മുടെ കമ്പനി ഒരുക്കി കൊടുക്കുന്നത്. അത് കാരണം അവർക്ക് ഒരുപാട് എന്താ പറയുക സന്തോഷമുണ്ടാകുന്നു. അവരുടെ ഓരോരുത്തരെയും കഴിവുകൾ നമ്മൾ എല്ലാ പ്രോഗ്രാമിലും കാണുന്നതാണ്. ഇതിൽ പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അവർ എല്ലാം നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ട് അവസാനം ഈ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന പല എംപ്ലോയീസിൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ കാണുന്ന കാര്യം, പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ പ്രോഗ്രാമിൽ ഒരു ഡാൻസ് ആണെങ്കിലോ ഒരു പാട്ടാണെങ്കിലോ ഒരാൾ പാടുമ്പോൾ മറ്റൊരാൾ അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കുന്നു അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നു കൂടെയുള്ള ആൾ. ഇത് കഴിഞ്ഞ് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവർ ഇത് വാങ്ങിയിട്ട് അത് നോക്കുകയും അവരുടെ നാട്ടിൽ അവരുടെ ലൗഡ് വൺസിന് ഇത് എന്താ പറയുക അയച്ചു കൊടുത്ത് അതിൽ അവർ കാണുന്ന ആ സന്തോഷം നമ്മൾ കാണുമ്പോൾ അത് ശരിക്കും അവരെ ഒരു നാട്ടിൽ എന്ന പോലെ തന്നെ അവർക്ക് ഇവിടെ ഒരു വലിയ ഒരു എന്താ പറയുക ഒരു കിട്ടുന്നത്, ഒരു അംഗീകാരം പോലെയാണ് അവർക്ക് അത് കിട്ടുന്നത്.
അത് നമ്മുടെ കമ്പനി ചെയ്തു കൊടുക്കുന്ന ഏറ്റവും ഒരു വലിയ കാര്യം തന്നെയാണ് വെൽഫെയറിനെ കുറിച്ച്. പിന്നെ അതിൽ നമ്മൾ നടത്തുന്ന രീതി എന്ന് പറയുമ്പോൾ തന്നെ, കാരണം ഇതിനൊരു കമ്മിറ്റി രൂപീകരിച്ച്, വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ച് അതിൽ ചെയർമാൻ, വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ സാം സാറ്, സന്ദീപ് സാർ, അവരുടെ അണ്ടറിൽ വീണ്ടും പല കമ്മിറ്റിയായിട്ട് രൂപീകരിച്ച്, ഇപ്പോൾ ഓരോന്നിനും ഓരോ ഫോട്ടോഗ്രാഫി കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി, അങ്ങനെ പല പല കമ്മിറ്റിയായിട്ട് രൂപീകരിച്ച് അതിന് കുറേ ആൾക്കാരെ സെലക്ട് ചെയ്ത് അതിനൊരു മീറ്റിംഗ് വെച്ച് അതിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കാരണം വളരെ എന്താ പറയുക, ഒരു ഓർഡർ പ്രകാരം നടത്തുന്ന എല്ലാ രീതിയും വളരെ പെർഫെക്റ്റായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു വെൽഫെയർ ആക്ടിവിറ്റി വേറെ ഒരു കമ്പനിയിലും കണ്ടിട്ടില്ല. കാരണം എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കമ്പനികളിലും പല ഇതുമാതിരി പല ഗെറ്റ് ടുഗദറിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന കമ്പനികളിൽ അവിടുത്തെ ഒരു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറൻ്റാണ്. കാരണം ഒരു ഭാഗത്ത് ഈ പരിപാടി ഇങ്ങനെ ഉണ്ടാവും, പരിപാടികളൊക്കെ ഉണ്ടാവും. വേറൊരു ഭാഗത്ത് വേറെ എന്താ പറയുക, വേറെ വല്ല മദ്യപാനം അങ്ങനത്തെ പരിപാടികൾ. പക്ഷേ ഇത് രണ്ടും കൂടി അവസാനം പ്രോഗ്രാം എന്താണ്, അവിടെ അവസാനം ഒരു അടിപിടിയിൽ കലാശിച്ച് ഒരു എന്താ പറയുക, ഒരു ഓർഡർ ഇല്ലാത്ത ഒരു പ്രോഗ്രാമായിരിക്കും പല സ്ഥലങ്ങളിൽ നടക്കുന്നത്. കാരണം അതിനുവേണ്ടി നടത്തുന്ന രീതിയിലുള്ള ഒരു പരിപാടികൾ അവർ നടത്തും. പക്ഷേ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചോളം വളരെ വ്യത്യസ്തമായിട്ട്, കാരണം എല്ലാവരുടെയും, കാരണം ഈവൻ ഈച്ച് ആൻഡ് എവരി സ്റ്റാഫിൻ്റെ കഴിവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ GM സാറ് ഓരോരുത്തർക്കും അവസരം നൽകി അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനും അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നു. പക്ഷെ അത് അവർ വളരെ സന്തോഷത്തോടു കൂടി ആത്മാർത്ഥത്തോടു കൂടി കാണിക്കുന്നു. ഇവിടെ അവരെ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. അപ്പോൾ ആ വെൽഫെയർ കമ്മിറ്റിയിൽ ഒരു അംഗമാകാൻ കഴിഞ്ഞതും വലിയ ഒരു സന്തോഷമായിട്ട് കാണുന്നു. പണം എന്നത് ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണല്ലോ. ഒരു പണത്തെക്കുറിച്ചും അത് കൈകാര്യം ചെയ്യുന്ന രീതികളെക്കുറിച്ചും സാറിന് എന്താ പറയാനുള്ളത്, ഒന്ന് വിശദീകരിക്കാമോ? ശരിയാണ് സനീഷ്, പണം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. ഇന്ന് പണമാണ് എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് എന്നുള്ളത്. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രധാനം. പണം എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതൊരു നല്ല രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് സമ്പാദിക്കുന്ന പണത്തിനും നമ്മൾ ഇല്ലീഗലായിട്ട് ഉണ്ടാക്കുന്ന പണത്തിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്ന ശമ്പളം അത് നമ്മൾ ഉപയോഗിക്കുന്നതും മറ്റത് ഉപയോഗിക്കുന്നതിനുമുള്ള മീൻസ് ഇല്ലീഗലായിട്ട് ഉണ്ടാക്കുന്ന പണത്തിന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുമ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ നേരെ മാർഗത്തിൽ കൂടെ ഉണ്ടാക്കുന്ന പണം എന്നും നിലനിൽക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പണം ഏത് ജോലിയാണേലും, ഏത് ജോലി ചെയ്ത് നമ്മൾ ഏത് മേഖലയിൽ നിന്നും ഉണ്ടാക്കുന്ന ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പണത്തിന് അതിനൊരു വിലയുണ്ട്. കാരണം ആ പണത്തെ റെസ്പെക്റ്റ് ചെയ്യുക, അത് തരുന്ന കമ്പനീനെ റെസ്പെക്റ്റ് ചെയ്യുക, അത് തരുന്ന വ്യക്തിൻ്റെയും ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ആ പണമാണ്, ആ ശമ്പളമായിട്ട് വാങ്ങുന്ന പണമാണ് നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ വീട്ടിൽ നമ്മൾ പലതിനും വിന്യസിക്കുന്നതും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കിട്ടുന്ന പണത്തിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, 100% ആ രീതിയിൽ നല്ല രീതിയിൽ പണത്തിന് നമ്മൾ ചിലവാക്കുകയാണെങ്കിൽ അതാണ്. അല്ലാതെ പണം ഇപ്പം ഇന്ന് ആൾക്കാരെന്ന് പറഞ്ഞാൽ പണത്തിന് പല രീതിയിലും പല മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണം ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. ഒരാളുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒരാൾക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സാറിനൊന്ന് വിശദീകരിക്കാമോ? ഒരാളുടെ ഉയർച്ച എന്ന് പറയുന്നത് ശരിക്കും ഒരു സാമ്പത്തികമായിട്ടോ ഉള്ള ഉയർച്ച എന്ന് പറയുന്നതല്ല. ശരിക്കും സാമ്പത്തികം എന്നുള്ളത് പ്രധാന ഘടകം തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി. പക്ഷേ ഒരു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയല്ല ശരിക്കും ഒരു ഉയർച്ച എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഒരുപാട് സമ്പത്തുള്ള ആൾക്കാരും, കാരണം സമ്പത്തുണ്ടാവുന്നേ ഉള്ളൂ, പക്ഷേ സമൂഹത്തിൽ ഒരിക്കലും ഒരു വില ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവർ മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു വിധം, അതല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകമാണ് ഒരു ആളിൻ്റെ ഉയർച്ചയ്ക്ക്. അതുമാതിരി തന്നെയാണ് അയാളുടെ ഒരു കഠിന പ്രയത്നം, അതും ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മളെന്താ ഒരു സാംസ്കാരികമായിട്ട് വളരുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കാരണം സമൂഹത്തിനൊരു നല്ലതുണ്ടാവുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്യുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, നമുക്ക് സമൂഹത്തിൽ നല്ലൊരു വ്യക്തി എന്നുള്ളൊരു പേര് അതാണ്. കാരണം നമുക്ക് എന്താ പറയുക, സമ്പത്തിനേക്കാൾ ഇപ്പോൾ ഒരു സമ്പത്തുള്ള ആളിന് ഒരു ക്യാരക്ടർ മോശമായിരുന്നു കഴിഞ്ഞാൽ ആരും പറയത്തില്ല അയാളൊരു നല്ല ആളാണ്. കാരണം അയാളിൽ കുറച്ച് കാശുണ്ടാവും, പക്ഷെ അതാർക്കും
ഉപകരിക്കാത്ത ഒരു കാശായിരിക്കും. പക്ഷേ ഒരു സാംസ്കാരികമായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരാളിനെ എല്ലാവരും 100% അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ചെയ്യുന്ന പ്രവൃത്തികൾ, അയാൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, ഇതെല്ലാം തന്നെയാണ് ഒരു മനുഷ്യനെ 100% ഉയർച്ചകളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും ചുരുക്കി ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. പിന്നെ കഠിന പ്രയത്നം, സത്യസന്ധത, റെസ്പെക്റ്റ്, ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഒരു പ്രധാന കാരണം തന്നെയാണ് ഒരാളുടെ ഉയർച്ചയ്ക്ക് വേണ്ടത്. അവസാന ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പുതുതലമുറയ്ക്ക് വേണ്ടി താങ്കൾക്ക് എന്തെങ്കിലും ഉപദേശങ്ങളോ അതുപോലെ നിർദ്ദേശങ്ങളോ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? പുതിയ തലമുറയ്ക്കായി എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ തന്നെ ഒരു ഭയാനകമായ വാർത്തകളാണ്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലാണെങ്കിലും പത്രങ്ങളിലാണെങ്കിലും എന്നും വരുന്ന വാർത്ത ഈ യുവതലമുറകളെക്കുറിച്ച്, വരും തലമുറകളെക്കുറിച്ചുള്ള ഡ്രഗ്സിന് അഡിക്റ്റായിട്ടുള്ള, അല്ല മദ്യപാനത്തിന് അഡിക്റ്റായിട്ടുള്ള, അതിനെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. കാരണം മദ്യപിക്കാൻ കാശില്ലാണ്ട് മാതാപിതാക്കളെ തല്ലുന്ന, കൊല്ലുന്ന കുട്ടികളെക്കുറിച്ചുള്ള വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട് ഇപ്പോൾ. കാരണം ആ ഒരു തലമുറയ്ക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ പഴയ കാലത്തിലോട്ട് തന്നെ ഒരു ചിന്തിക്കേണ്ട ഒരു ഇതാണ്. കാരണം പണ്ട് നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവം, അങ്ങനെയാണ് പഠിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ തലമുറ കാരണം പണത്തിൻ്റെ പിന്നാലെ പോകുന്നു. പണത്തിന് വേണ്ടി, പണം എന്തിനാന്ന് പറഞ്ഞ് ഇല്ലീഗലായിട്ട് പണം ഉണ്ടാക്കുക, ഡ്രഗ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അതിനുവേണ്ടി പണം ഉണ്ടാക്കൽ എന്നുള്ള ഒരു രീതിയിലാണ് ഇന്നത്തെ ഒരു തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അല്ല, ചില കുട്ടികളുടെ പോക്ക് അതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് കാരണം ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളെ നല്ല രീതിയിൽ, വരും തലമുറകൾക്കുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ഒരു മാതാപിതാക്കളെ നല്ല രീതിയിൽ നോക്കുക, അവരെ സ്നേഹിക്കുക. അവരെ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ കാണുകയാണെങ്കിൽ ഈ മാതാപിതാക്കളെ കൊണ്ട് വൃദ്ധസദനത്തിൽ കൊണ്ട് നമ്മൾ കാണാം. കാരണം ഇപ്പോൾ കേരളത്തിലുടനീളം നോക്കുകയാണെങ്കിൽ ഒരു 5000-ത്തിലധികം വൃദ്ധസദനങ്ങളുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഒരു 10,000-20,000-ത്തിലും കൂടുതലായിട്ടുള്ള എന്താ പറയുക ഒരു അന്തേവാസികളുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇവരൊന്നും പലരും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇല്ലാത്ത വീട്ടിലെ ആൾക്കാരല്ല. കാരണം അവരുടെ മക്കളെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടൊക്കെ മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ മാതാപിതാക്കളാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാതാപിതാക്കളെ കൊണ്ട് വൃദ്ധസദനത്തിൽ തള്ളുന്ന അവരുടെ കുട്ടികളാണ് ഇപ്പം പരമാവധി ആ ഒരു വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ കുട്ടികളാണ് ഇപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ പിന്നാലെയും ഇതിൻ്റെ പിന്നാലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ എന്താ പറയുക, നല്ല എല്ലാവരെയും സ്നേഹിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക, ഒരു ദൈവഭക്തി ഉണ്ടാവുക, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു കുട്ടികൾ പോലും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ പല നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും കാണുന്നതാണ്. ഒരു 18 വയസ്സ് 20 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ ഒരു എന്താ പറയുക ആ ഒരു പോക്ക് തന്നെ വേറെ ഒരു രീതിയിലാണ് പോയിക്കൊണ്ട്. കാരണം ആരെയും റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഇതാണ്, ആരെയും മൈൻഡ് ചെയ്യുന്നില്ല, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുക, ആരോടും എന്തും ചെയ്യാമെന്നുള്ള ആ ഒരു രീതിയിലാണ് പോകുന്നത്. അതാ പുതിയ തലമുറയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാവരെയും സ്നേഹിക്കുക, കുടുംബവുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കുക, എല്ലാവരുമായിട്ട് സ്നേഹിച്ച് എല്ലാവരുമായിട്ട് കുടുംബത്തോടെ സംസാരിച്ച് നല്ല സ്നേഹത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ നോർമലി ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകത്തില്ല. എല്ലാവരെയും എന്താ പറയുക സ്നേഹിക്കാനേ തോന്നുള്ളൂ. നമ്മളൊരു ഇല്ലീഗലായിട്ടോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോട്ട് പോകാനുള്ളൊരു അവസരം ഉണ്ടാകത്തില്ല. പക്ഷെ അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാ തലമുറകൾക്കും വേണ്ടിയിട്ട് നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ വരും തലമുറകൾ ഇത് എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്ത്, മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു ഈശ്വര വിശ്വാസത്തോടു കൂടി എല്ലാം നല്ല എന്താ പറയുക വീട്ടുകാരെ മാതാപിതാക്കളെയൊക്കെ കൂടെ നിർത്തി സ്നേഹിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക. അതിലവർക്ക് ഉയർച്ചയേ ഉണ്ടാവത്തുള്ളൂ, ഒരിക്കലും അവർക്ക് ഒരു താഴ്ച ഉണ്ടാകത്തില്ല. കാരണം മാതാപിതാക്കളെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഉയർച്ച 100%, എന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഒരു ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. ഇപ്പോഴത്തുള്ള പോക്കെന്ന് പറഞ്ഞാൽ ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ളൊരു പോക്കാണ്. കാരണം ഈ ഡ്രഗ്സിൻ്റെ പിന്നാലെ പോവുക, ഇല്ലീഗലായിട്ട് കാശുണ്ടാക്കാനുള്ള പോക്ക് എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലികമാണ്. കാരണം ഇതൊന്നും ഒരു നിരന്തരമായിട്ടുള്ള ഒരു ഇതില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ ഈ മാതാപിതാക്കളാണ്, വേറെ ആരും ഉണ്ടാകത്തില്ല. ഈ പറയുന്ന കൂട്ടുകാരും ഉണ്ടാകത്തില്ല. ഈ പറയുന്ന മാതാപിതാക്കൾ മാത്രമേ അവർക്ക് അവസാനം ഉണ്ടാകത്തുള്ളൂ. അത് മനസ്സിലാക്കി അവരെ സ്നേഹിക്കുക, കൂടെ നിർത്തുക. ഇതാണ് എനിക്ക് പുതിയ തലമുറക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്. താങ്കളുടെ സാന്നിധ്യം കൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പ് വർണ്ണാഭമാക്കിയതിൽ വളരെയധികം നന്ദി രേഖപ്പെടുന്നു സാർ. ഒരുപാട് ഓർമ്മകളും നിർദ്ദേശങ്ങളും അതുപോലെ അനുഭവങ്ങളും ഞങ്ങളോട് പങ്കുവച്ചതിൽ വളരെ സന്തോഷം. ജീവിതത്തിൽ ഇനിയും ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു.
മാക് വിഷൻ ചാനലിൻ്റെ ഓർമ്മച്ചപ്പ എന്ന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതിലൂടെ എൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും ഈ അവസരം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മാക് വിഷൻ ചാനലിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.